രാഹുൽ ഈശ്വർ ശബരിമല തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. രാഹുൽ ഈശ്വറിനെ അതുകൊണ്ട് തന്നെ സനാതന സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ ഹിന്ദുവിൻ്റെയും ഒരു ശബ്ദമായിട്ടാണ് പലരും ഈ സമൂഹത്തിൽ വിലയിരുത്തിയിരുന്നത്. എന്നാൽ രാഹുൽ ഈശ്വർ ജിഹാദികളുടെ പങ്ക് പറ്റുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എക്സ് മുസ്ലിം ആരിഫ് ഹുസൈൻ തെരുവത്ത്. അദ്ദേഹം സമുദായത്തിൽ നിന്ന് മാറി ഇപ്പോൾ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എക്സ് മുസ്ലിം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ ഈ അടുത്ത നാളുകളിൽ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ പോലും അദ്ദേഹം അമ്മയെ കാണാൻ ചെല്ലാതിരിക്കുകയും അതുപോലെ അവിടേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യം, അങ്ങനെ ഒരുപാട് വികാരനിർഭരമായ കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചതും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. ആരിഫ് ഹുസൈൻ തെരുവത്ത് ഒരുപക്ഷെ ഹിന്ദുവിനൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ, ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ എവിടെ തെറ്റായി ഉപയോഗിക്കപ്പെടുന്നു അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു, അവിടെയെല്ലാം ആരിഫ് ഹുസൈൻ തെരുവത്ത് തൻ്റെ ശബ്ദം ഉയർത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ടവർ പലരും അദ്ദേഹത്തെ വളരെ നിശിതമായി വിമർശിക്കാറുണ്ട്. അദ്ദേഹത്തെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആരും കാണുന്നില്ല എന്ന് തന്നെയാണ് ഈ നിലപാടുകളെക്കുറിച്ച് സമൂഹം പൊതുവെ അദ്ദേഹത്തിൻ്റെ പേരിൽ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിൽ നടന്ന ഒരു ഡിബേറ്റ്, ആ ഡിബേറ്റിനിടെയാണ് ആരിഫ് ഹുസൈൻ്റെ ഇത്തരത്തിൽ രാഹുൽ ഈശ്വറിനെതിരെയുള്ള പരാമർശം പുറത്തു വന്നിരിക്കുന്നത്. വിഷുവിന് മാംസാഹാരത്തിന് മുന്നിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണൻ, ഇരിക്കുന്ന ശ്രീകൃഷ്ണൻ, അങ്ങനെയൊക്കെ വെച്ച് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പ്രസ്താവന. മതനിന്ദാ നിയമങ്ങൾ ഇല്ലായ്മ ചെയ്യണമെന്നും അത് സഹായിക്കുന്നത് ജിഹാദികളെ മാത്രമാണ് എന്നും ആരിഫ് ഹുസൈൻ വെളിപ്പെടുത്തുകയായിരുന്നു. രാഹുൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ജിഹാദികൾക്കാണ് അനുകൂലം എന്ന് പറയാനും അദ്ദേഹം മടിച്ചില്ല. രണ്ടു പക്ഷത്തും ഒരേ രീതിയിലുള്ള പ്രതികരണമായാൽ അത് ഇത്ര വിവാദമാകില്ല. ഈ മതനിന്ദാ നിയമം ഒരു വിഭാഗത്തിന് മാത്രം ആയുധമാകുമ്പോൾ ഇവിടെ അത് ഇസ്ലാമൈസേഷന് കാരണമാകുന്നു. ഇവിടെ മതനിന്ദാ നിയമം അള്ളാഹുവിനെ രക്ഷിക്കാനാണ്, അതിന് കൂട്ടുനിൽക്കുകയാണ് താങ്കൾ. പുരോഗമനവാദമല്ല ആർക്കാണ് നടത്തുന്നത്. മനുസ്മൃതിയും ഗീതയും കത്തിച്ചിട്ടും ഹിന്ദുക്കൾ അടങ്ങിയിരുന്നവരാണ്. എന്നാൽ ഖുർആൻ ആർക്കും ഇവിടെ കത്തിക്കാനാകില്ല. ആരെയും സുഖിപ്പിക്കാൻ വേണ്ടി രാഹുൽ ഇത്തരം കാര്യങ്ങൾ പറയരുത് എന്നും ആരിഫ് ഹുസൈൻ പറഞ്ഞു. ചർച്ചയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ശരിക്കും ആരിഫ് ഹുസൈൻ തെരുവത്ത് പറയുന്ന കാര്യങ്ങൾ ഹിന്ദുക്കളെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പ്രതികൂലിച്ചുകൊണ്ട് പറയുകയല്ല. പലപ്പോഴും ഇവിടെ ഈ സമൂഹത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ വ്രണപ്പെടുത്തുമ്പോൾ അതിനൊരു ന്യായീകരണം ഉണ്ടാകും. ഇപ്പോഴും ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ, ഇതുപോലെ മന്ദിക്ക് മുന്നിൽ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ വെച്ച് പോസ്റ്റർ ഡിസൈൻ ചെയ്തപ്പോഴും അവിടെ വന്നിരിക്കുന്ന ന്യായീകരണം, എന്തിനാണ് ഇതൊക്കെ ഇത്രയും വിഷമിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് വിവാദമാക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്നത്? അത് ഇതിനു മുൻപും ഇതുപോലുള്ള പല അവസരങ്ങളിലും ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ ഹോട്ടലുകളുടെ പരസ്യത്തിനും ഒക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇത് അതുപോലെ കണ്ടാൽ പോരെ എന്നാണ് പലരും ന്യായീകരണവുമായി രംഗത്ത് വന്നത്. പക്ഷെ അവിടെയാണ് ഹിന്ദുവിന് വേണ്ടി മനസ്സു തുറന്ന് ആത്മാർത്ഥമായി പ്രതികരിക്കാൻ ഒരു വ്യക്തി ഇല്ലാതായി പോകുന്നത്, ഹിന്ദു സമുദായത്തിൽ നിന്ന് ഒരു പ്രതികരണം വരാത്തത് എന്നതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയം. അതേസമയം മറിച്ച് മറ്റൊരു സമുദായത്തിൻ്റെ, അതിപ്പോൾ ക്രിസ്ത്യാനി ആവട്ടെ മുസ്ലിം ആവട്ടെ, അവരുടെ സമുദായത്തിലേക്ക് ഒന്ന് കൈകടത്തി ആരെങ്കിലും, ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു അന്യമതസ്ഥൻ കൈകടത്തി ഇതുപോലെ എന്തെങ്കിലും ഒരു പരാമർശം നടത്തുമ്പോൾ അവിടെ സംസാരിക്കാൻ ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന നേതാക്കന്മാർ വരെ ഉണ്ടാകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവിടെ അത് പാടില്ല, അങ്ങനൊരു സ്പർദ്ധ ഉണ്ടാക്കാൻ പാടില്ല, അത് വിവാദമാക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ പറയുക വർഗീയത ഉണ്ടാക്കുന്നു എന്നൊക്കെ രീതിയിൽ ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന നേതാക്കന്മാർ, ഹിന്ദുനാമധാരികൾ എന്ന് പറയാം, ഹിന്ദുനാമധാരികളായ നേതാക്കന്മാർ വരെ ഒപ്പം നിൽക്കുന്ന കാഴ്ചകൾക്ക് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. അതല്ല, മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അവരെല്ലാവരും ഈ സമൂഹത്തിൽ ഒരുപോലെയാണ്, ഒറ്റക്കെട്ടായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ ആ ആചാരങ്ങൾ എന്ന് പറയുന്നത് അത് മനസ്സിൽ അത്രമാത്രം രൂഢമൂലമായി ആചരിച്ചു പോകുന്നവർക്ക് അത് വ്രണപ്പെട്ടാൽ സഹിക്കാനാകില്ല എന്നുള്ളത് നമ്മൾ സമ്മതിക്കേണ്ട അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത് പരസ്പരം അക്സെപ്റ്റ് ചെയ്ത ഓരോ സമുദായത്തിലുള്ളവരും പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലുള്ള ശരിയെന്ത് തെറ്റെന്ത് എന്ന് കണ്ടെത്തി അവിടെ തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയില്ല. എല്ലാവരും മനുഷ്യരാണ്. അവർ ജനിച്ചു വന്ന അല്ലെങ്കിൽ അവർ ജീവിച്ചു വന്ന ആ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്കൊപ്പം അവർ നിൽക്കുന്നു എന്ന് നമുക്ക് നല്ല മനുഷ്യരെ പോലെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇപ്പോൾ പലയിടത്തും ഇല്ലാതെ. എന്തായാലും ആ മന്തി വിവാദം കൂടി പല രീതിയിൽ അത് എങ്ങനെ
എങ്ങനെയൊക്കെ മോശമാക്കാമോ ആ രീതിയിലൊക്കെ പോവുകയാണ്. അത് വളരെ മോശമായ ഒരു നിലപാടാണ്. ഇനിയെങ്കിലും നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം ഒക്കെ പഴയ രീതിയിൽ എല്ലാവരും ഒത്തുചേർന്ന് പോകുന്ന, ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഉള്ളതൊക്കെ മാറ്റി എല്ലാവരും ഒത്തുചേർന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തണമെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുന്ന ഒരുപാട് പേർ ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും ഉണ്ട്. അവരെ പോലെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാലം വേഗം വരണം എന്നുണ്ട് എങ്കിൽ എല്ലാവരും വിവേകപൂർവ്വം ചിന്തിക്കണം. ചില കാര്യങ്ങൾ, ചില തെറ്റുകൾ സ്വയം തിരുത്തി ഓരോ സമുദായവും മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു നല്ല ഒരു അവസരത്തിൽ ഒരു മതത്തിനെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള നിലപാടുകൾ വരാതെ ഇരിക്കുകയുള്ളൂ. എന്തായാലും അത് വേഗമുണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക് കർമാസ്.